Hi dear students, welcome back to Xylem Learning. മക്കളെ, നമ്മുടെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ അല്ലെ. അതിൽ നമുക്ക് എന്താണ് ഒരുപാട് അധികാര കേന്ദ്രങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ സ്റ്റാർട്ടിങ്ങില് നമ്മള് നോർത്ത് ഇന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ആരൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ മുഗൾ ഭരണത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദക്ഷിണേന്ത്യയും അതേപോലെ തന്നെ പശ്ചിമേന്ത്യയും കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കുക മക്കളെ, ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ രാജ്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചോളരാജ്യമുണ്ട്, വിജയനഗരമുണ്ട്, അതേപോലെ തന്നെ ബാമിനിക്ക് ഉണ്ട്. അങ്ങനെ ഇവര് 3 പേരുമായിരുന്നു എന്താ ദക്ഷിണേന്ത്യയെ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരായിരുന്നു അവിടുത്തെ എന്ത് എന്ന് പറയുന്നത്? അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എവിടേക്കാണ്? പശ്ചിമേന്ത്യയിലേക്ക് വരുന്ന സമയത്ത്, വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? നമ്മുടെ മറാത്ത രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇനി ഓരോ രാജ്യത്തെ കുറിച്ചും ആ രാജ്യത്തിലെ ഭരണാധികാരികളെ കുറിച്ചും ആ രാജ്യം ആരാണ് അതിന്റെ ഫൗണ്ടർ എന്നതിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചെടുത്താലോ? ഇവിടെ നോക്കിക്കേ എന്റെ മക്കളെ, ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ആരെ കുറിച്ചിട്ടാണ്? ചോള കിങ്ഡത്തിനെ കുറിച്ചിട്ടാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. ചോള രാജ്യത്തെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം പഠിച്ചെടുക്കാം. ഇവിടെ എന്റെ മക്കള് നോക്കിക്കേ, ചോള കിങ്ഡം എന്താണ് പവർഫുൾ ആവുന്നത് ഏത് നൂറ്റാണ്ടുകളിലാണെന്നാ പറയുന്നത്? 9ാം നൂറ്റാണ്ടോട് കൂടിയാണ് നമ്മുടെ ചോള സാമ്രാജ്യം, ചോള രാജ്യം എന്താണ് പവർഫുൾ ആവുന്നത്, ശക്തിമാനാവുന്നത് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ചോള രാജ്യത്തിലെ പ്രോമിനന്റ് ആയിട്ടുള്ള പ്രധാനരായിട്ടുള്ള ഭരണാധികാരികൾ ആരായിരുന്നു മക്കളെ? ഇവിടെ നോക്കിക്കേ, രാജരാജ ചോളനും രാജേന്ദ്ര ചോളനുമായിരുന്നു നമ്മളെ ചോള രാജ്യത്തിലെ പ്രോമിനന്റ് ആയ റൂളേഴ്സ് എന്ന് പറയുന്നത്. അവരായിരുന്നു അവരുടെ പ്രധാന ഭരണാധികാരികൾ കേട്ടോ. നമ്മുടെ ചോള രാജ്യത്തിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ചോള രാജ്യം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ദക്ഷിണേന്ത്യ ആയിരുന്നു അല്ലെ ഉണ്ടായിരുന്നത്. ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ ചോള രാജാക്കന്മാർക്ക് ഒരു എഫിഷ്യന്റ് ആയ പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമി അവർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ അവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എന്താണ് അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നു, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ മലേഷ്യ അതേപോലെ ഇന്തോനേഷ്യൻ ഐലൻഡ്സിലൊക്കെ എന്താണ് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യായിരുന്നു. അവരൊക്കെ ആയിട്ട് എന്താ ഒരു കച്ചവട ബന്ധം, ഒരു ട്രേഡ് റിലേഷൻഷിപ്പ് ആര് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ചോള രാജ്യത്തിലെ രാജാക്കന്മാർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നോക്കിക്കേ, ചോള രാജ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞേ. ഇനി നമ്മൾ വിജയനഗരത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വിജയനഗരം എവിടെയായിരുന്നു മക്കളെ ഉണ്ടായിരുന്നത്? നമ്മുടെ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്ന ആളുകളാണ് അല്ലെ ചോള രാജ്യത്തിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത്. അപ്പൊ ചോള രാജ്യത്തിലെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടു. ഇനി എങ്ങോട്ടാ പോകുന്നത്? വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ചാണ്. വിജയനഗരം എവിടെയാണ് നമുക്ക് കാണുന്നത്? അതും ദക്ഷിണേന്ത്യയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മക്കളെ നോക്കിക്കേ, വിജയനഗരത്തിനെ കുറിച്ച് നമ്മുടെ അബ്ദുൾ റസാഖ് എഴുതിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിൽ ചെറിയൊരു ഭാഗം ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്. ഒന്നത് നമുക്ക് വായിച്ചു നോക്കിയാലോ? എന്താ അവിടെ പറയുന്നത്? ഈ രാജാവിന്റെ ഭരണത്തിനു കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളുണ്ട്. അപ്പൊ നമ്മുടെ കോഴിക്കോട് വെച്ചിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ കോഴിക്കോട് എന്ത് മനസ്സിലാക്കുക നമുക്ക്? അന്നത്തെ വലിയൊരു സിറ്റി ആയിരുന്നു, പ്രദേശമായിരുന്നു കോഴിക്കോട് എന്ന് മനസ്സിലാക്കല്ലേ. അപ്പൊ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ അണ്ടറിൽ, അവരുടെ കീഴിൽ എന്തായിരുന്നു? കോഴിക്കോടിനെ പോലുള്ള 300 തുറമുഖങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെന്താ പറയുന്നത്? അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസത്തെ സമയമെങ്കിലും വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശം യാത്ര ചെയ്യണമെങ്കിൽ എന്താ? കുറഞ്ഞത് 3 മാസത്തെ സമയം വേണം. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താ ചോള രാജ്യത്തിലെ അവരെ സ്ഥലം എന്ന് പറയുന്നത് എന്താ ഒരുപാട് വിസ്തൃതിയുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കല്ലേ. കാരണം കുറഞ്ഞത് ആ പ്രദേശം ചുറ്റിക്കാണാൻ എന്താ 3 മാസം വേണമെന്നാ പറയുന്നത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വലുപ്പമുള്ള സ്ഥലമാണെന്നല്ലേ. ഇവിടെ നോക്കിക്കേ എന്റെ മക്കള്, അതേപോലെ തന്നെ രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലപുഷ്ടവും അതേപോലെ തന്നെ പതിവായി കൃഷി ഇറക്കുന്നതാണ്. ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ് അവിടെ മുഴുവൻ. എവിടെയാണ്? വിജയനഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നല്ലേ. അതേപോലെ എന്താണ് അവരെപ്പോഴും എന്ത് ചെയ്യും? കൃഷി ഇറക്കുന്ന സ്ഥലമാണ്. അതായത് അവരെന്താണ് അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സ്ഥലമാണ് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അതിലൂടെ തന്നെ സൈന്യത്തിന്റെ അംഗബലവോ, അതായത് ഒരു സൈന്യത്തിൽ എത്ര ആളുണ്ട്? 11 ലക്ഷം ആളുകളോളം വരും. ഇത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായിരിക്കും അത്യാവശ്യം എന്താണ് അടിപൊളി ഒരു സാമ്രാജ്യം, ഒരു അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് അല്ലെ നമ്മുടെ ഏതെന്ന് പറയുന്നത് മക്കളെ പറഞ്ഞേ. ആരായിരുന്നു? നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ അത്രത്തോളം എഫിഷ്യന്റ് ആയിട്ടുള്ള ആർമി ഉണ്ടായിരുന്നു.
അവരെ ലാൻഡ് എന്തായിരുന്നു, വലിയൊരു ലാൻഡ് ആയിരുന്നു. ആ ലാൻഡ് ഫുള്ളും ചുറ്റിക്കാണാൻ 3 മാസത്തോളം സമയം എടുക്കുമായിരുന്നു. അവരെ തുറമുഖങ്ങൾ എന്ന് പറയുന്നത് കോഴിക്കോടിനെ പോലുള്ള 300 തുറമുഖങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലാവും അത്യാവശ്യം ഭയങ്കര പ്രോസ്പെറിറ്റി ഉള്ള ഒരു കൺട്രിയാണ്, ഒരു സ്ഥലമാണ് ഏത് എന്നുള്ളത്, നമ്മുടെ വിജയനഗരം എന്നുള്ളത് അല്ലെ. ഇവിടെ നോക്കിക്കേ മക്കളെ, ഈ 14ാം സെഞ്ചുറി, അതായത് 14ാം നൂറ്റാണ്ടില് നമ്മുടെ ഹരിഹരനും ബുക്കനും ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത് കേട്ടോ. അതായത് 14ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഹരിഹരനും ബുക്കനും ചേർന്നിട്ട് എന്താ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരി ആയിരുന്നു ആര്, നമ്മുടെ കൃഷ്ണദേവരായ. ഹരിഹരനും ബുക്കനും കൂടെയാണ് ഈ ഒരു സാമ്രാജ്യം ആരംഭിക്കുന്നതെങ്കിലും സ്ഥാപിക്കുന്നെങ്കിലും അവിടുത്തെ പ്രധാന ഭരണാധികാരി എന്ന് പറയുന്നത് ആരായിരുന്നു, നമ്മുടെ കൃഷ്ണദേവരായ തന്നെയായിരുന്നു. ഇനി നോക്കിക്കേ, ഇനിയാണ് നമ്മൾ ബാമിനി കിണ്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ബാമിനി കിണ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് ബാമിനി കിണ്ടവും എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ബാമിനി കിണ്ടത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു മക്കളെ പറയുന്നത്, അലാവുദ്ദീൻ ഹസൻ ബാമൻഷിയാണ് നമ്മുടെ ബാമിനി കിണ്ടത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഈ ഒരു കിങ്ഡം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു, നമ്മുടെ അലാവുദ്ദീൻ ഹസൻ ബാമൻഷി ആയിരുന്നു കേട്ടോ. മക്കള് മറന്നു പോവരുതേ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവർക്ക് എന്തായിരുന്നു, കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിൽ ഒരു പ്രദേശം ഉണ്ടായിരുന്നു, റായ്ചൂർ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശം നല്ല രീതിയിൽ എന്തായിരുന്നു, ഫലപുഷ്ടിയുള്ള പ്രദേശമായിരുന്നു. ഈ പ്രദേശത്തെ ചൊല്ലിയിട്ട് വിജയനഗര സാമ്രാജ്യവും ബാമിനി കിണ്ടായിട്ട് എപ്പോഴും എന്തായിരുന്നു, പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം തന്നെ, അതായത് ദ റൈസ് ഓഫ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് തന്നെ എവിടെയാണ്, ഈ ഒരു റായ്ചൂർ എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ നല്ല ഫലഭൂഷ്ടിയുള്ള ഒരു ഏരിയ ആണ്. അത് കാരണം അത് എന്തുകൊണ്ടാണ് ഫലഭൂഷ്ടി ഉണ്ടാവാൻ കാരണം, അത് കൃഷ്ണ, തുംഗഭദ്ര നദികൾക്കിടയിലുള്ള പ്രദേശമാണ്. അപ്പൊ നദികൾ കൊണ്ടുവരുന്ന സെഡിമെന്റ്സ് മുഴുവൻ എന്ത് ചെയ്യും, ആ ഒരു ഏരിയയിൽ എന്ത് നിക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണായിരുന്നു അല്ലെ. അപ്പൊ അതിനെ ചൊല്ലിയിട്ട് എന്തായിരുന്നു, നമ്മുടെ ബാമിനി കിങ്ഡം, വിജയനഗര സാമ്രാജ്യം എപ്പോഴും എന്തായിരുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഈ ഒരു സ്ഥലത്ത് എന്താണ് ആധിപത്യം ഞങ്ങൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ട് ആരാണ്, നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിലെ ഭരണാധികൾ വരികയും അതിനെ തുടർന്ന് ബാമിനി വരികയും, അങ്ങനെ ഒരു സമയത്ത് വിജയനഗര സാമ്രാജ്യക്കാർ ജയിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ബാമിനി കിണ്ടക്കാരായിരിക്കും ജയിക്കുക. ഒരു അൾട്ടിമേറ്റ് വിക്ടറി ഇന്ന ആൾക്കുന്നില്ല. അവർ ഓരോ സമയം ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ജയിക്കും തോൽക്കും അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി നമ്മള് മറാത്ത രാജ്യത്തിലേക്ക് വരുന്ന സമയത്ത്, മറാത്ത കിണ്ടത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മറാത്ത കിണ്ടം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, നമ്മുടെ ദക്ഷിണേന്ത്യയിലാണോ, അല്ലല്ലേ, പശ്ചിമേന്ത്യയിലെ വെസ്റ്റേൺ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതാണ് മറാത്ത രാജ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രാജ്യത്തിലെ കുറിച്ച് എന്താ പറയുന്നത്, ആ 17ാം നൂറ്റാണ്ടിലാണ് നമ്മുടെ മറാത്ത സാമ്രാജ്യം എന്താണ് ശക്തി പ്രാപിച്ചു വന്നത്, ഒരു പ്രോമിനന്റ് ആയിട്ട് മാറിയത്, ഒരു പവർഫുള്ളി ഒരു പ്രോമിനന്റ് ആയി മാറിയത് എപ്പോഴാണ്, 17ാം നൂറ്റാണ്ടോടുകൂടിയാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മറാത്ത കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത്, തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഏതായിരുന്നു, പൂനെ ആയിരുന്നു കേട്ടോ, തലസ്ഥാന നഗരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് തന്നെയാണ് പുറത്തുനിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് മറാത്തേനെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാട്ടോ. അതേപോലെ എന്റെ മക്കൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്തായിരുന്നു, വിദ്യാസത്പുര നദി പർവ്വതങ്ങളുണ്ട്. അതൊക്കെ എന്താണ്, നമ്മൾ പുറത്തുനിന്ന് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അവരെ അറ്റാക്ക് പെട്ടെന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിലായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഒരു നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ എന്താ, നമ്മളെപ്പോഴും നമ്മളൊരു രാജ്യം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പട്ടാളക്കാരെ നിർത്തൂലേ, ഇവിടെ എന്താണ്, പട്ടാളക്കാരുണ്ട് ഇല്ല എന്നല്ല, പക്ഷെ എന്താണ്, നാച്ചുറലി പ്രൊട്ടക്ട് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ മറാത്ത എന്ന് പറയുന്നത് കേട്ടോ. മറാത്തയിൽ എന്തായിരുന്നു, ആ ഒരു സമയത്ത് എന്തായിരുന്നു, മറാത്തി ഭാഷയും സാഹിത്യമൊക്കെ ജനങ്ങളിൽ ഒരു യൂണിറ്റി, ഒരു ഐക്യബോധം, നമ്മൾ ഒന്നാണെന്നുള്ള സെൻസ് ഓഫ് യൂണിറ്റി എന്താണ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് എന്താണ് സാഹിത്യങ്ങളൊക്കെ ആ കാലത്ത് മറാത്ത ഭാഷയിൽ സാഹിത്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മറാത്ത കിങ്ഡത്തിലെ ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള മേജർ റൂളറാണ് ആര് എന്ന് പറയുന്നത്, ശിവജി എന്ന് പറയുന്നത്. അദ്ദേഹം സ്വീകരിച്ച എന്തായിരുന്നു, നമ്മളെ ഒരു പേര് സ്വീകരിക്കൂലേ, അതായിരുന്നു സ്ഥാനപ്പേര്. അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരായിരുന്നു ഛത്രപതി എന്നുള്ള, ഛത്രപതി ശിവജി എന്നായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ മറാത്ത കിങ്ഡത്തിന് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താ, ഒരു ശക്തമായ നാവികസേന ഉണ്ടായിരുന്നു, കരസേന ഉണ്ടായിരുന്നു,
സ്ട്രോങ് ആർമി ഉണ്ടായിരുന്നു, നേവി ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ മറാത്ത കിങ്ഡത്തിന്റെ ഫീച്ചേഴ്സ് ആണ്. ഇങ്ങനെ പൊളിറ്റിക്കലി പവർഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു ആര് എന്ന് പറയുന്നത്, മറാത്ത കിങ്ഡം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ, ഈ ഒരു ഭാഗത്ത്. അതായത് നമുക്ക് ഡൽഹിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, നമ്മുടെ ആരെ കുറിച്ചിട്ട്, ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ട്, മുഗൾ സാമ്രാജ്യത്തെ കുറിച്ചുണ്ടെങ്കിൽ കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ദക്ഷിണേന്ത്യയിലും അതേപോലെ തന്നെ പശ്ചിമേന്ത്യയിലും അധികാര കേന്ദ്രങ്ങൾ ആരാന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലെ. അപ്പൊ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us.